നമുക്കറിയാം അമേരിക്കൻ ഐക്യനാടുകളെ പരിശോധിച്ചാൽ അവിടെ കറുത്ത വർഗ്ഗക്കാരുണ്ട്. ആ കറുത്ത വർഗ്ഗക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവര് സാമ്പത്തികമായ മേന്മ നേടുമെന്ന ഭീതി വെള്ളക്കാർക്കുണ്ട്. അതേപോലെ ഭരണരംഗത്ത് അവരവരുടെ സാന്നിധ്യം ഉറപ്പിക്കുമോ എന്ന് ഭയപ്പെടാറുണ്ട്. ആ നിലക്ക് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഒരു ശിക്ഷയുടെ രീതിയാണ് ലിഞ്ചിങ് സംവിധാനം. നമ്മളെല്ലാവരും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സംവിധാനമാണ്. അഥവാ കറുത്ത വർഗ്ഗക്കാരായ ആളുകൾ അവർ തെറ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു എന്ന സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ആൾക്കൂട്ടങ്ങളായി ഒരുമിച്ച് കൂടി അതിക്രൂരമായി ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന ശൈലിയാണ് ലിഞ്ചിങ് സംവിധാനം. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അവര് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാറുള്ളത്, ഈ രണ്ടാം നരേന്ദ്രമോദി ഭരണത്തിൽ ലിഞ്ചിങ് രാഷ്ട്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതേപോലെ ക്രൂരതയുടെ പര്യായമായി ലോകം പരിചയപ്പെടുത്തിയിട്ടുള്ള പല ആളുകളെയും അനുകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാസ്തവത്തെ നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് എല്ലാ നിലക്കുമുള്ള ക്രൂരതകൾ അഴിച്ചുവിട്ട ഭരണാധികാരികളെ നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോ ഏരിയൽ ഷാറോൺ എന്ന് പറയുന്ന ഇസ്രായേലി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പോലെയുള്ളവർ ലക്ഷക്കണക്കിന് ആളുകൾ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും പട്ടിണിക്കിട്ട് അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നത് നേരിട്ട് അനുഭവിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം. എന്നതുപോലെ തന്നെ ചരിത്രത്തിന്റെ താളുകളിൽ ഈ ജനങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള അതിഭീകരരായിട്ടുള്ള രാഷ്ട്ര നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്, ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അവരാണ് ഇവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ മാതൃകയായി ഇവർ സ്വീകരിക്കുന്നത് എന്ന് ഗോൾവാൾക്കറുടെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.